ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പാറൂസ് പ്ലാനറ്റ്. അങ്ങനെ നമ്മൾ അരു വാലിയിൽ നിന്ന് നേരെ നമ്മൾ പോകാൻ പോകുന്നത് ബേതാബ് വാലിയിലേക്കാണ്. തൊട്ട് മുമ്പിലത്തെ വ്ലോഗിൽ പെഹൽഗാമിലെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലും അതുപോലെ തന്നെ അരു വാലിയിലെ കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ള ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ബേതാബ് വാലിയിലേക്കാണ്. ഹേഗൻ വാലി അല്ലെങ്കിൽ ബേതാബ് വാലി എന്നറിയപ്പെടുന്ന ഹജൻ വാലി ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ബേതാബ് വാലിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ കാണുന്നത് ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ കുട്ടികൾക്ക് 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 രൂപയും അഡൽട്ട്സിന് 100 രൂപയുമാണ് എൻട്രി ചാർജ് വരുന്നത്. ഇതിൻ്റെ പുറത്തായിട്ട് തന്നെ നമ്മുടെ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് റെൻറ്റിന് ഷൂസൊക്കെ തണുപ്പിലിടാൻ പറ്റിയ ഷൂസൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലെത്തി നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നിന്നപ്പോൾ ഈ ഒരു മനുഷ്യൻ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു ടിക്കറ്റിൻ്റെ ചാർജും ഷൂവിൻ്റെ ചാർജും അതുപോലെ നമുക്കൊരു ഗൈഡിനെയും പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാനുണ്ട്. അപ്പം നമുക്ക് നടന്ന് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ട്രോളി റൈഡ് ഉണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി ചേർത്തിട്ട് ഒരാൾക്ക് 700 രൂപ വെച്ചിട്ട് അയാൾ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത് ആദ്യം അതല്ല പറഞ്ഞത്, റേറ്റ് വളരെ കൂടുതലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് കുറേ സംസാരിച്ച് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരാൾക്ക് 700 രൂപ എന്നുള്ള റേറ്റിൽ ട്രോളിയും ഗൈഡും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ സമ്മതിച്ചു. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ഇതിങ്ങനെ കാണാനായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ചൂസ് ചെയ്യാനായിട്ട് കാരണം ഞാൻ ഓൾറെഡി കുറച്ച് ടയേർഡായിരുന്നു. വോമിറ്റിങ്ങും ഫുഡൊന്നും ശരിയാവാതെ ആകെപ്പാടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചൂസ് ചെയ്തത്. പിന്നെ നടന്ന് കാണാൻ പറ്റുന്നവർക്കാണെങ്കിൽ നടന്ന് കാണാം. പക്ഷേ ഒരുപാടുണ്ട് കേട്ടോ നടക്കാനായിട്ട്. അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ മഞ്ഞിനകത്തോട് ഇങ്ങനെ ഒരുപാട് ദൂരം നടക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നടക്കാൻ പറ്റുന്നവർ അത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മളെന്തായാലും ട്രോളി റൈഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളിതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ ഐസായിരിക്കുന്നു. വെള്ളം ലിഡർ നദിയുടെ മുകളിലൂടെയുള്ള ഈ ഒരു കുഞ്ഞി തടിപ്പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നത് വേറൊരു ഫീലാണ് കേട്ടോ. നമ്മൾ ഒരുപാട് മരങ്ങളൊക്കെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. ഇല പൊഴിച്ചു നിൽക്കുന്ന പൈൻ, ദേവദാരു, ആപ്രിക്കോട്ട്, വില്ലോ തുടങ്ങിയ എല്ലാ മരങ്ങളും ഇവിടെയുണ്ട്. ജമ്മു കാശ്മീരിലെ വളരെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ബേതാബ് വാലി. ബേതാബ് താഴ്വര 2 ഹിമാലയൻ നിരകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ പെഹൽഗാമിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും മനോഹരമായ സ്ഥലമായ ബേതാബ് വാലി ട്രക്കിങ്ങിനും മലനിരകളുടെ കൂടുതൽ പര്യവേഷണത്തിനുമുള്ള ബേസ് ക്യാമ്പ് എന്ന നിലയിൽ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ക്യാമ്പ് സൈറ്റ് കൂടിയാണ് ബേതാബ് വാലി. കാശ്മീർ താഴ്വരയുടെ മനോഹരമായ ചുറ്റുപാടുകളിൽ ചിത്രീകരിച്ച ഹിറ്റ് ബോളിവുഡ് ചിത്രമായ ബേതാബിൽ നിന്നാണ് ഈ താഴ്വരയ്ക്ക് ഈ പേര് ലഭിച്ചത്. അവരിങ്ങനെ നമ്മളെ ട്രോളിയിൽ ഉന്തിക്കൊണ്ട് പോകുക മാത്രമല്ല, നമ്മുടെ കൂടെ ഒരു ഗൈഡായിട്ടും ഒരു ഫോട്ടോഗ്രാഫറായിട്ടും ഒക്കെ നമ്മുടെ കൂടെ എപ്പോഴും അവരുണ്ടാവും. അവർ അടിപൊളി ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു തരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്നാലും കുറച്ചൊക്കെ ഫോട്ടോസ് അവർ എടുത്തു തന്നു. ഈ ഒരു വാലി കംപ്ലീറ്റ് നമുക്ക് ചുറ്റിക്കറങ്ങി കാണാനായിട്ട്
ട്രോളി റൈഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരുപാടുണ്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ കാണാൻ. അപ്പം മഞ്ഞായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദൂരം നടന്ന് കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ട്രോളി റൈഡാണ് ചൂസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ്. അതുകൂടാതെ ഇവർ നമുക്ക് ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഒരുപാട് എടുത്തു തരും. അപ്പോൾ എല്ലാം കൊണ്ടും നോക്കുമ്പോൾ ട്രോളി റൈഡ് തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. എന്തെങ്കിലും പറയണ്ട പറ. പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ, 2 വേർഡേ ഉള്ളൂ. നല്ല തണുപ്പ്, എൻജോയ്മെന്റ്. അതിന് പറയുന്നത് ഈ വണ്ടീൻ്റെ സാധനം ഇല്ലേ, കുതിരയാണ്. എന്തോട് പറയുന്നേ? ഇത് ഫോട്ടോ, ഇത് പഴയ ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബേതാബ് വെള്ളം കണ്ടോ, ഐസായിട്ട്. Uno cada série? A parte das gradas, mano. സുനേട്ടാ, സുനേട്ടാ എങ്ങനെയുണ്ട്? Oh, अरे सुपर. मैडम आपको फिर आगे जाना था. आपको फिर रील करनी. ओ जा रहे हो? सर मैडम रोड. चलो बेटा. ऊपर चलो. വിശാലമായ പുൽമേടുകൾ, മഞ്ഞുമൂടിയ കൊടുമുടികൾ, അരുവികൾ എന്നിവ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. കാശ്മീർ ടൂർ പാക്കേജിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് പെഹൽഗാമിലെ ബേതാബ് വാലി. ശ്രദ്ധേയമായ ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്തിനുപരി ഫാമിലി ടൂർ, ഗ്രൂപ്പ് ടൂർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ടൂർ എന്നിങ്ങനെ എല്ലാത്തരം വിനോദസഞ്ചാരികൾക്കും ഇടയിൽ ബേതാബ് വാലി വളരെ പ്രശസ്തമാണ്. സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളും പച്ചപ്പും പുൽമേടുകളും ഒക്കെ ആണെങ്കിൽ ഇപ്പം ഇവിടെ ഫുള്ളായിട്ട് മഞ്ഞ് മൂടി കിടക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഇവിടെ വളരെ ഭംഗിയുള്ള ഏർമാടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കയറി ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും കയറി അവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗൈഡ് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. പെഹൽഗാം സന്ദർശിക്കാൻ 2 സീസണുകളാണ് ഉള്ളത്. നമുക്ക് ഓരോ സീസണിൽ വരുമ്പോഴും നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ് കിട്ടുന്നത്. വസന്തകാലത്ത് വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളും പച്ചപ്പും പുൽമേടും ഒക്കെ നമുക്ക് കാണാനായിട്ടും ആസ്വദിക്കാനായിട്ടും സാധിക്കും. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് നമുക്ക് എടുത്തു തരുന്ന കുറച്ച് ഫോട്ടോസാണിത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസും കൂടി കാണാം. കൈ കണ്ടോ, ഇതിലറിയുന്നില്ല. ഈ കാണുന്ന സാധനമില്ലേ, ഇതിങ്ങനെ കൈ എപ്പോഴും ചൂടാക്കിക്കൊണ്ട് നടക്കാനായിട്ട് ഇവർ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. അതിൽ വെച്ചിട്ട് നമ്മളും കൈയൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോവാണ്. പോകുന്ന വഴി നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് റൂമിലേക്ക് പോയത്. കാശ്മീരി പൂച്ച. അപ്പോൾ ബാക്കി ഉള്ള വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വ്ലോഗിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.